വാർത്തകൾ തുടരുന്നു. അനുഭവങ്ങളുടെ പാഠപുസ്തകവുമായി ഇന്നസെന്റ് കുട്ടികൾക്ക് മുന്നിൽ. പാഠപുസ്തകത്തിലെ കഥാപാത്രം നേരിലെത്തിയപ്പോൾ കുട്ടികൾക്ക് അത്ഭുതം. കൊടുങ്ങല്ലൂർ പുലൂറ്റ് TDP-UP സ്കൂളിലാണ് ഇന്നസെന്റ് MP കുട്ടികളുമായി സംവദിച്ചത്. 5ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ ക്യാൻസർ വാർഡിലെ ചിരി എന്ന പാഠഭാഗത്തിന്റെ രചയിതാവായാണ് ചലച്ചിത്ര താരവും ജനപ്രതിനിധിയുമായി ഇന്നസെന്റ് കുട്ടികൾക്കിടയിലെത്തിയത്. സ്കൂൾ മാനേജർ CK രാമനാഥൻ, ഹെഡ് മാസ്റ്റർ ഇൻചാർജ് KK ശ്രീരാജ്, PTA പ്രസിഡന്റ് MA ഇബ്രാഹിം, മാതൃസംഗമം പ്രസിഡന്റ് നസീമ നവാസ്, TS സജീവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ് ഈ ഇരിക്കുന്ന നിങ്ങളൊക്കെ, നമ്മളൊക്കെ എല്ലാ ആളുകളും ഈ പ്രായം കഴിഞ്ഞുകൊണ്ടവരാണ്. ഇതുപോലെ ആരെങ്കിലുമൊക്കെ പ്രസംഗിക്കുമ്പോൾ ബെഞ്ചിലിരുന്ന്, കസേരയല്ല, അന്നത്തെ ബെഞ്ചിലല്ല. എന്റെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ താഴെയായിരുന്നിരുന്നത്. ബെഞ്ചൊന്നുമില്ല, അന്ന് അധ്യാപകർക്ക് മാത്രമേ ബെഞ്ചും ഇതൊക്കെ ഉള്ളൂ. അപ്പൊ ഇതുപോലെ താഴെ ഇരുന്ന് ഇവിടെ സംസാരിക്കുന്നവരുടെ പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ കുറച്ചു നേരം കഴിയുമ്പോൾ നമുക്ക് ബോറടിക്കും. ഒരു കാര്യമില്ലാണ്ട് എന്തൊക്കെയോ പറയണം. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ട് എങ്കിൽ എന്നോട് പറയണം. അപ്പൊ ഞാൻ അതിനെ നിർത്തും. നിങ്ങളുടെ പോലെ തന്നെ 5ാം ക്ലാസ്, 4ാം ക്ലാസ്, 2ാം ക്ലാസ് ഒക്കെ പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ്. സാധാരണ നമ്മൾ പറയുമ്പോൾ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നെനിക്ക് പറയാൻ നിവൃത്തിയില്ല. കാരണം ഞാൻ 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ പിന്നെ 10ാം ക്ലാസ് എന്ന് പറയാൻ നിവൃത്തിയില്ല. പക്ഷെ ആ സമയത്തും ഒരുപാട് അധ്യാപകരെ കണ്ടുമുട്ടി, ഒരുപാട് കൂട്ടുകാരെ കണ്ടുമുട്ടി. അതിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ് ഈ ഇന്നസെന്റ് അങ്കിൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. മേത്തലയിലെ ആനാപ്പുഴയിൽ ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗം 86 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച ഫിഷ് ലാൻഡിംഗ് സെന്റർ 1 വർഷം കഴിഞ്ഞിട്ടും ലേലം ചെയ്ത് നൽകാത്ത നഗരസഭയുടെ നടപടിയിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് TM നാസർ പ്രതിഷേധിച്ചു. നഗരസഭയുടെ അനാസ്ഥയ്ക്ക് പിറകിൽ അഴിമതിയുള്ളതായി സംശയിക്കുന്നതായി TM നാസർ ആരോപിച്ചു. TN പ്രതാപൻ MLA പ്രത്യേക താൽപര്യമെടുത്തുകൊണ്ടുവന്ന പദ്ധതി നഗരസഭയുടെ അധീനതയിലുള്ള കായലോര ഭൂമിയിലായതുകൊണ്ടാണ് ലേലം ചെയ്ത് നൽകാൻ നഗരസഭയോട് ആവശ്യപ്പെട്ടത്. ലക്ഷങ്ങളുടെ ആദായം ലഭിക്കുന്ന ലേലത്തുക നഷ്ടപ്പെടുത്തിയതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നഗരസഭ ഭരണാധികാരികൾ മറുപടി പറയണമെന്ന് TM നാസർ ആവശ്യപ്പെട്ടു. കായലോര മത്സ്യത്തൊഴിലാളികൾക്ക് സഹായകരമാകേണ്ട പദ്ധതിയിലെ ചില സമ്പന്ന ലോബികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അട്ടിമറിച്ചതായി TM നാസർ കുറ്റപ്പെടുത്തി. ഫിഷ് ലാൻഡിംഗ് സെന്റർ ലേല വിവാദത്തെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് TM നാസർ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ഗുരുതരമായ കരൾ രോഗം ബാധിച്ച യുവാവ് ചികിത്സാ സഹായം തേടുന്നു. ശ്രീനാരായണപുരം പഞ്ചായത്തിലെ വെടവനയിൽ താമസിക്കുന്ന പുത്തൻകാട്ടിൽ കോന്നൻ മകൻ സതീഷ് കുമാറാണ് സുമനസുകളുടെ സഹായം തേടുന്നത്. കരൾ നൽകാൻ സഹോദരി തയ്യാറാണെങ്കിലും ചികിത്സാ ചെലവായി 25 ലക്ഷം രൂപ കണ്ടെത്താൻ ഈ നിർധന കുടുംബത്തിന് മുന്നിൽ മാർഗം ഏതുമില്ല. പ്രാഥമിക ചികിത്സ കൊണ്ട് തന്നെ കടബാധിതയിലായ ഈ കുടുംബത്തെ സഹായിക്കാനായി വാർഡ് മെമ്പർ KR നിതീഷ് കുമാർ ചെയർമാനായി ചികിത്സാ ധനസഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. സതീഷ് കുമാറിനെ സഹായിക്കാൻ സന്മനസ്സുള്ളവർ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ കൊടുങ്ങല്ലൂർ ശാഖയിലെ അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ സഹായം എത്തിക്കുക. അക്കൗണ്ട് നമ്പർ 00250300061253. തൃപ്പയാർ ലെമർ പബ്ലിക് സ്കൂളിൽ LKG പ്ലേ ക്ലാസുകളുടെ പ്രവേശനോത്സവം ആഘോഷിച്ചു. സ്കൂൾ മാനേജർ IT മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ലത രാജഗോപാൽ, സീനിയർ കോർഡിനേറ്റർ സുജാത മോഹൻ ബാബു, വൈസ് പ്രിൻസിപ്പൽ KB പ്രീത, മനീഷ ഷിഹാസ്, സുനിത നന്ദൻ എന്നിവർ സംസാരിച്ചു. ആദ്യാക്ഷരം കുറിക്കാനെത്തിയ കുട്ടികൾക്ക് മധുരവും സമ്മാനങ്ങളും നൽകിയാണ് അധ്യാപകർ സ്വീകരിച്ചത്. UKG 1ാം ക്ലാസ് വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ ദോഷകരമായി ബാധിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ട്രോളിംഗ് നിരോധന ഉത്തരവിനെതിരെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ നിയമലംഘന സമരം നടത്തി. കൈപ്പമംഗലത്ത് അടച്ചിട്ട വീട്ടിൽ മോഷണം, സമീപത്തെ 7 വീടുകളിൽ മോഷണ ശ്രമം. നാട്ടിക ബീച്ചിൽ തെരുവ് നായ് ശല്യം രൂക്ഷമാകുന്നു, 2 പശുക്കുട്ടികളെ നായ്ക്കൾ കടിച്ചുകൊന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.